ഹലോ, എല്ലാം കുറച്ച് ലേറ്റായിട്ട് അറിയുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിലെ പല ട്രെൻഡുകളും എല്ലാം ട്രെൻഡ് ഔട്ടായതിനു ശേഷമാണ് ഞാൻ അറിയാറുള്ളത്. പക്ഷേ എത്ര ട്രെൻഡ് ഔട്ടായാലും അത് ചെയ്തു നോക്കുന്നതിൽ എനിക്ക് വലിയ മടിയൊന്നുമില്ല. അതുപോലെ ഗ്ലൂട്ടാത്തയോൺ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി കുടിച്ചതിൻ്റെ റിസൾട്ടും കിട്ടി തിളങ്ങി നിൽക്കുമ്പോഴാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പക്ഷേ തീരുമാനിച്ചാണ് അപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ അതിന് വേണ്ടി ഞാൻ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ, നെല്ലിക്ക ഇത്യാദി സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു. ജ്യൂസറിലേക്ക് ഇട്ടപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ടും വർക്ക് ചെയ്യുന്നില്ല. അവസാനം ഞാൻ തന്നെ വേണം എന്നും പറഞ്ഞ് അഗി വന്നത് ശരിയാക്കി തന്നു. കുറേ നേരം അതിൻ്റെ ഷോക്ക് ഉണ്ടായിരുന്നു, എൻ്റെ കൈ തൊട്ടാലേ ശരിയാവുള്ളൂ. എന്നാലും വേണ്ടില്ല, അതൊക്കെ കേട്ടുമ്പോൾ നമ്മുടെ കാര്യം നടക്കണമല്ലോ. എന്നിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് ഇതുപോലെ നമ്മുടെ ആദ്യം ഈ വെട്ടിയിലേക്ക് ആക്കിയപ്പോഴേ അതിൽ ഫുള്ള് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമതാക്കി. അങ്ങനെ ഞാനിത് ആ ഗ്ലൂട്ടാത്തയോൺ ജ്യൂസ് നമ്മുടെ ഈ ഐസ് ട്രേയിലേക്ക് ആക്കി. ഇനി നമ്മളത് തണുപ്പിക്കാൻ വെക്കണം. പിന്നെ ഞാൻ എന്ത് പണിയെടുക്കുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ മകൻ വരും. അവനതൊക്കെ ചെയ്യണം. അമ്മയും ഞാൻ ചെയ്യാം. അവസാനം എല്ലാം നശിപ്പിച്ച് തരും. ചിലപ്പോൾ എല്ലാം ഓക്കെ ആക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളത് കുടിക്കാൻ വേണ്ടി എടുത്തപ്പോൾ മൊത്തത്തിലങ്ങ് കട്ടയായിട്ടില്ല, എന്നാലും അത് അത്യാവശ്യം നമുക്ക് കുടിക്കാം. അങ്ങനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും എന്ത് ഞാൻ ഉണ്ടാക്കിയാലും എൻ്റെ ഭർത്താവിന് കൊടുക്കും. ചായക്ക് പകരം ഞാൻ ഇതാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങൾ കുടിച്ചു. നല്ല ടേസ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്നും ഇതിപ്പോൾ കുടിക്കണോ എന്നായിരുന്നു അവൻ്റെ മറുപടി.